ഇന്ന് നോമ്പൊന്നാം ദിവസമായിട്ട് വൈറ്റ് മജ്ബൂസാണ്. അപ്പോൾ ഈ ബർത്തനിക്ക്, അതായത് വലിയ പാത്രം ചെമ്പ്, അതിക്ക് ഗീ ഒഴിച്ചു കൊടുക്കുക. അറബിക്ക് ഗീ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അല്ലെങ്കിൽ പിന്നെ ക്യൂബിബി ഒഴിച്ചിട്ട് ഇങ്ങനെ നുറുക്കിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 3 ഉള്ളി കൊടുത്തിട്ടുണ്ട്, വലിയ സവാള. ഇപ്പോൾ 2 കിലോ അരി കൊണ്ട് ഉണ്ടാക്കണം. ഉള്ളി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇത് സിമ്പിളാണ്. അതിലോട്ട് ഉള്ളി ഒരു ചുവന്ന കളറാകുമ്പോൾ ഇവിടെ ആട് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്. ഒരു 10 പീസ് ഉണ്ടാവും, പോകുന്ന പീസ്. ആ 10 പീസ് നല്ലോണം വേവിക്കണം. ഒരു 10-30 മിനിറ്റോളം ഉണ്ടാവും. വിസിലടിക്കാത്ത കുക്കറിൽ. വിസിലടിക്കണമെങ്കിൽ ഒരു 8 വിസിലൊക്കെ അടിക്കണം. നല്ലോണം സോഫ്റ്റ് ആയിക്കണം. നമുക്കിങ്ങനെ കൈയോട് പിടിച്ചാൽ ഇങ്ങനെ പഞ്ഞി പോലെ വേണം. അറബികൾക്ക് നല്ല വെന്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന് ചീത്ത കേൾക്കേണ്ടി വരും. അപ്പോൾ നല്ലോണം വേവിച്ചിട്ട് ഈ വെള്ളവും ഇറച്ചിയും പാടെ, അതായത് ചോറിന് കണക്കാക്കിയിട്ട് ഇടണം. ഒരു കപ്പിന് 1.25 കപ്പ് എന്ന രീതിയിൽ വെള്ളം വേണം. ആ രീതിയിൽ ഉള്ളി വാടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഉള്ളി വാടിയിട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു, ഇറച്ചി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5-6 ഡ്രൈ ലെമോണ് ചെറുതായിട്ട് കത്തിൻ്റെ മുന കൊണ്ട് ഹോളുത്തിയിട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇത് തിളച്ചാൽ ഇതിലോട്ട് നേരത്തെ കുതിർത്ത് വെച്ച അരി ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുക, വെള്ളം കളഞ്ഞിട്ട്. അരി ഇട്ട് കൊടുത്തു. അരി ഇടുന്നതിന് മുമ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം. അതിലുള്ള അരി ഇടുമ്പോൾ അത് പാകമായിട്ട് വരുള്ളൂ. നമ്മൾ ആദ്യം കുക്കറിൽ ഇറച്ചി വേവിക്കുമ്പോൾ ഒരു 1-2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിലുപ്പ് പാകമാണെങ്കിൽ പിന്നെ നമ്മൾ അരിക്ക് വെള്ളത്തിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോഴുള്ളൂ അരിക്ക് നല്ല രീതിയിൽ ഉപ്പ് പാകത്തിന് വരുള്ളൂ. ഇതിലോട്ട് തിളച്ച് വരുമ്പോൾ ഇവിടെ തൈരുണ്ട്. അറബികളൊക്കെ ഉപയോഗിക്കുന്ന യോഗർട്ട്, ജുബാത്തി അറിയാം. അത് ഒരു ചെറിയൊരു ബൗളിൽ ഇങ്ങനെ കലക്കി വെക്കുക. ഉടച്ച് വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നാലൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് കിട്ടും. തൈരിട്ട് കൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ കുമിളകൾ വരൽ തുടങ്ങി, ഡ്രൈ ആവൽ തുടങ്ങി. ഇതിൽ എന്തെങ്കിലും ഡ്രൈ ആയിട്ട് ദമ്മിലിട്ടടിച്ച് അടച്ച് വെക്കും. അതിൻ്റെ മേലൊരു 4-5 മുളക് ഇട്ട് കൊടുക്കും. ഈ മുളക് എരിയില്ലാത്ത മുളക്.